ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈൻക്രാഫ്റ്റ് ഗെയിം പ്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗോൾ എന്ന് പറയുന്നത് ഒരു പോർട്ടൽ സെറ്റ് ചെയ്യുക, അതല്ല ഒരു ഫുൾ അയൺ ആർമർ സെറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ഇന്നത്തെ ഗോൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു വില്ലേജ്, വേറൊരു വില്ലേജ് ആണ് ഇന്നലെ കണ്ടുപിടിച്ച വില്ലേജ് അല്ല, പുതിയൊരു വില്ലേജ്. അപ്പം നമുക്ക് നേരെ വില്ലേജിലേക്ക് പോവാം. വില്ലേജിൽ പോയിട്ട് ഇവിടെ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് കണ്ടിട്ട് വലിയ വില്ലേജ് അല്ലാന്ന് തോന്നുന്നു. വലിയ വില്ലേജ് അല്ല, ലാഗ് അടിക്കുന്നത്. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ ലാഗ് ഉണ്ട്, കണ്ടോ? സ്റ്റെക്കായിട്ട് പോകുന്നു. റെക്കോർഡ് ചെയ്തുകൊണ്ട് കളിക്കുമ്പോഴുള്ളൊരു പ്രശ്നം ഇതാണ്. ഇവിടെ എന്തില്ല, ഇപ്പോൾ നമ്മളിലിപ്പോൾ ഫുൾ ലെതർ ആർമറാണ് ഇല്ലത്. അപ്പം നമുക്ക് അതെടുക്കാം. എൻ്റെ ഒരു ഹെൽമെറ്റ് ഇല്ല ലെതറിൻ്റെ, അപ്പം ലെതറിൻ്റെ ഹെൽമെറ്റ് അതിലെടുക്കാം. ബ്രെഡ് ഉണ്ട്, ഹെൽമെറ്റ് ഇല്ല അല്ലേ ഇതിൽ? ഞാൻ ഹെൽമെറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. അല്ല, ഹെൽമെറ്റ് ഉണ്ടല്ലേ? ഹെൽമെറ്റ് ഉണ്ട്. ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചില്ല ഹെൽമെറ്റ് എല്ലാം എടുത്തതും. ഹെൽമെറ്റ് കിട്ടി. കുറേ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് വിത്ത് കിട്ടിയല്ലോ. കുറേ ആൾക്കാരുണ്ട്. ഇവരെ കൊണ്ടുപോയിട്ട് നമുക്ക് ബ്രീഡർ സെറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ഒരു ട്രേഡിങ് ഹാളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ബ്രീഡർ ഉണ്ടാക്കാൻ അറിയില്ല കറക്റ്റ്. ഏറ്റവും സംശയമുണ്ട്. ഞാൻ ഏതോ വീഡിയോയിൽ കണ്ട ഓർമ്മ മാത്രമേ ഉള്ളൂ. ഇതെന്താ സംഭവം? മാപ്പ് ഉണ്ടാക്കാൻ കഴിയുന്നു അല്ലേ? ഇത് എനിക്കൊന്ന് ക്രാഫ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇതെങ്ങനെ ക്രാഫ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുറേ ആൾക്കാരുണ്ട്. വേറൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എമറാൾഡെല്ലാം സാധാരണ കിട്ടണേ. അങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് തന്നെ ഒരു മൈൻ ഷാഫ്റ്റ് കണ്ടു. മൈൻ ഷാഫ്റ്റിൽ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് അയണും കോളും പിന്നെ റെയിലും എടുക്കണം. അതാണ് ഇവിടുന്ന് എടുക്കേണ്ടത് മെയിനായിട്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കണം. അയൺ ഉണ്ടെങ്കിൽ, അയണിൻ്റെ ആർമർ ഉണ്ടെങ്കിൽ അതും എടുക്കണം. അങ്ങനെ മൈൻ ഷാഫ്റ്റിൽ ഇറങ്ങിയിട്ട് ഒരു അയണിൻ്റെ ഹെൽമെറ്റും ഒരു ഷൂവും കിട്ടി. അതുപോലെ കുറച്ച് റെയിലും ഞാൻ അവിടെ നിന്ന് എടുത്തു. പിന്നെ കുറേ കോള് നല്ലോണം കിട്ടി. പിന്നെ നമുക്കിന്ന് ഞാൻ ആ വില്ലേജറെ കൊണ്ടുവന്നു. പിന്നെ വില്ലേജറെ കൊണ്ടുവന്നിട്ട് ബ്രീഡർ സെറ്റ് ചെയ്തു. ബ്രീഡർ ആക്കി, പക്ഷെ അതെന്തോ മിസ്റ്റേക്ക് പറ്റിപ്പോയി. രണ്ടാൾക്കാരായി കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ബ്രീഡർ വർക്കാകുന്നില്ല. എത്ര നോക്കിയിട്ട് ആകുന്നില്ല, അതെന്തോ മിസ്റ്റേക്ക് പറ്റിപ്പോയി. അപ്പോൾ ആ രണ്ടാൾക്കാരെ കിട്ടിയവരെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ട്രേഡർ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ആക്കിയത് മാറ്റണം. ചിലപ്പോൾ ഞാൻ മാറ്റത്. ഇയാളെ കയ്യിൽ ഇത് ഷാർപ്നസ് ടൂവിലൊരു സോഡുണ്ട്. പിന്നെ ഒരു ലൈബ്രറിയനും കിട്ടിയിട്ടുണ്ട്. ലൈബ്രറിയൻ്റെ കയ്യിൽ സിൽക്ക് ടച്ചിൻ്റെ ബുക്കുണ്ട്. അത് എടുത്താൽ മതിയായിരുന്നു. സിൽക്ക് ടച്ചിൻ്റെ ബുക്കുണ്ട്. സിൽക്ക് ടച്ച് നല്ലതാണെന്ന് തോന്നുന്നു. എനിക്ക് എല്ലാ എൻചാൻമെൻറ്റും അറിയില്ല. എൻചാൻമെൻറ്റ് ടേബിൾ ഉണ്ടാക്കണം, പക്ഷേ ഡയമണ്ട് ഇല്ല. ഡയമണ്ട് 3 ഇല്ല. അത് പിക്കാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ഒബ്സിഡിയൻ വഴി ഇന്ന് തന്നെ ഒരു പോർട്ടൽ ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മൾ ഇതിലുണ്ടില്ലേ, ഇവരെ കൊണ്ട് വലിയ ഉപകാരമില്ലാന്ന് തോന്നുന്നു. ഇവരെന്തോ ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രെഡ് കുറച്ച് കൊടുത്താണ്, അത് തിന്നുകൊണ്ട് നിൽക്കുന്നത്. വേറൊന്നും ചെയ്യുന്നില്ല ഇവരെ കൊണ്ട് കൃഷി ചെയ്യിക്കണം കുറച്ച്, അതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇവിടെ വെച്ചിട്ട് ബ്രീഡ് ചെയ്യുന്നേ ഇല്ല ഇവർക്ക്. ഇതെങ്ങനെ ബ്രീഡ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആരെങ്കിലും അറിയണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ബ്രീഡർ ശരിയാകുന്നില്ല. ഒന്നുകൂടി ഏതെങ്കിലും വീഡിയോ നോക്കേണ്ടായിരുന്നു. ഇത് കറക്റ്റാകുന്നില്ല. ഇതെല്ലാം മൈൻ ഷാഫ്റ്റിൽ നിന്നിട്ട് റെയിലാണ്. ഈ റെയിൽ വെച്ച് ഞാൻ അവരെ കൊണ്ടുപോയത് അങ്ങോട്ട്, ഇതുവഴി അതിലേക്ക് കൊണ്ടുപോയി.
രാത്രിയായിട്ടില്ല, ഞാൻ വെറുതെ ബെഡ് തൊട്ട് നോക്കി. ഇവൻ്റെ കയ്യിൽ എന്ത് ട്രേഡ് ചെയ്യാൻ നോക്കാം. ഒരു ബോട്ടിൽ കൊടുത്താൽ ഒരു എമറാൾഡ് കിട്ടും. അങ്ങനെ ഗൈസ് ഫുൾ അയൺ ആർമറിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കോഡ് കഴിഞ്ഞു ഫുൾ അയൺ ആർമർ ആക്കുന്നത്. അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ബ്രീഡർ നേരത്തെ പൊളിച്ചിട്ട് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചു. അതൊന്ന് ശരിയാക്കുന്നവരെ ഇവിടെ കെട്ടെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഇവിടെ തന്നെ ബ്രീഡർ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റേ ട്രേഡിങ് ഹാൾ പോലെ ഉണ്ടാക്കിയത് ഈ ബ്രീഡറും തമ്മിൽ കണക്ഷൻ വന്നിട്ട് അപ്പോൾ എന്തെല്ലോ സംഭവമായിട്ട് ഞാൻ എന്താക്കി അവരെ മാറ്റി, ഇവിടുന്ന് അപ്പുറത്തേക്ക് മാറ്റി അവരെ. അപ്പോൾ രണ്ടാൾക്കാരെ ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചു. ഇപ്പം കുഴപ്പമില്ല. ഇവൻ്റെ ഇപ്പോൾ നേരത്തെ സാധനം തന്നെ ഇവൻ്റെ ഇല്ലത്, വ്യത്യാസമില്ല. അയൺ കൊടുത്താൽ ഒരു എമറാൾഡ് കിട്ടും. 4 അയൺ കൊടുത്താൽ. ഇവൻ്റെ ബുക്ക് മാറി. സിൽക്ക് ടച്ച് പോയിട്ട് വാനിഷിങ് ആണ്, കേഴ്സ് ഓഫ് വാനിഷിങ്. അത് ആവശ്യമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അത് മാറ്റിയിട്ട് പുതിയ വെച്ച് നോക്കണം. ഇനിയൊരു പോർട്ടലിൻ്റെ പണി തുടങ്ങേണ്ടതാണ്. ആദ്യം പോയിട്ട് ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കണം. ഫസ്റ്റ് ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് വേണം ഒബ്സിഡിയൻ മൈൻ ചെയ്തെടുക്കാം. ഒബ്സിഡിയൻ ഞാൻ വില്ലേജിൽ കണ്ടിട്ടുണ്ട്. ഒബ്സിഡിയൻ ഞാൻ നേരത്തെ പോയ വില്ലേജിലുണ്ട്. അപ്പോൾ അവിടുന്ന് മൈൻ ചെയ്തെടുക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ 4 ഒബ്സിഡിയൻ ഉണ്ട് ഓൾറെഡി. ഇനി ഒരു 6 എണ്ണം കൂടി മതി. 10 ഒബ്സിഡിയൻ കൊണ്ട് നമുക്കൊരു പോർട്ടൽ ഉണ്ടാക്കാം. നമുക്ക് ആദ്യം പിക്കാക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് അങ്ങനെയായി. ഡയമണ്ടിൻ്റെ ആവശ്യമില്ലാത്ത സാധനം നമുക്ക് ഇതിലേക്ക് ചെസ്റ്റിലേക്ക് മാറ്റി വെക്കാം. നമുക്കിനി അങ്ങോട്ട് പോവാം. നമ്മൾ വില്ലേജിലേക്ക് പോവാം. വില്ലേജ് കണ്ടുപിടിച്ച സ്ഥലത്ത് പോവാം. അവിടെ ഒബ്സിഡിയൻ ഉണ്ട്. അപ്പം ഒബ്സിഡിയൻ നമുക്ക് അവിടെ നിന്ന് മൈൻ ചെയ്തെടുക്കാം. ഈ ട്രേഡറിൻ്റെ കയ്യിൽ എന്തായില്ല നോക്കട്ടെ. ഒരു വാട്ടർ ബക്കറ്റിന് 2 എമറാൾഡ് ഉണ്ട്. അപ്പോൾ നമ്മളതിലൊരു വാട്ടർ ബക്കറ്റ് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ 2 എമറാൾഡ് ഇവരെ നിന്ന് വാങ്ങിക്കാൻ തോന്നുന്നു. അവൻ തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനാക്കിയ ബ്രീഡറിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട്. ഇത് കൊണ്ടുവച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ വില്ലേജിലെത്തി. വില്ലേജിൽ ആദ്യം തന്നെ നമ്മൾ ഇവിടുന്ന് ഈ വീറ്റിൻ്റെ സീഡെല്ലാം എടുക്കുന്നുണ്ട്. നമുക്ക് പിന്നെ സീഡ് തപ്പി പോകണ്ടല്ലോ. ഇതിൽ നിന്ന് സീഡ് എടുത്തു കഴിഞ്ഞാൽ ഈ പുല്ല് വെട്ടിക്കോണ്ടിട്ട് സീഡ് എടുത്തുകൊണ്ടിരിക്കാൻ മടി വരും. ഡയറക്റ്റ് സീഡ് മാത്രം എടുത്തിട്ട് പോവാം. ഇവിടുന്ന് എല്ലാം എടുക്കാം. ഒറ്റൊന്നും വാങ്ങാം. ഇവർക്കിനി ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഇവിടെ ഫാർമറൊന്നും ഇല്ല ഈ വില്ലേജിൽ. പിന്നെ ഇവർക്ക് ഈ വിത്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എനിക്ക് ആ ഫാമിങ് ചെയ്യണം. കുറച്ച് അപ്പുറത്തുമുണ്ട് വിത്ത്. ഇതെല്ലാം എടുക്കാം. ഒന്നും ബാക്കി വെക്കുന്നില്ല. എല്ലാം നമ്മൾ ഇവിടുന്ന് കട്ടുകൊണ്ടൊന്ന് വായിക്കും. ഇവർക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ട് വിത്ത്. എല്ലാ വിത്തും എടുക്കുന്നതായിരിക്കും. എനിക്ക് TPP വെച്ചിട്ട് കളിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നേരെ കളിക്കാൻ കഴിയുന്നില്ല. FPP തന്നെ കളിച്ചേര്. ഒന്നും ബാക്കി വെക്കുന്നില്ല. എല്ലാം എടുക്കുന്നുണ്ട്. ഇവർക്ക് ആവശ്യമെന്ന് തോന്നുന്നു. അതൊരു കുട്ടി വില്ലേജർ പോകുന്നുണ്ട്.
വേറൊരു നല്ല വില്ലേജ് കണ്ടുപിടിക്കണം. ഞാൻ ആദ്യം കണ്ടുപിടിച്ചത് ചെറുതാണ്, പക്ഷെ അടുത്തേക്കുള്ള വഴി മറന്നുപോയി. ഞാനത് റെക്കോർഡും ചെയ്തിട്ടില്ല, അതാണ് പ്രശ്നം. ഇപ്പോൾ അങ്ങോട്ട് അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ഓർമ്മയില്ല. അല്ലെങ്കിൽ ആ വില്ലേജിൽ കൂടി പോയി നോക്കായിരുന്നു. ഇതിൻ്റെ അത്ര ഇല്ലെന്ന് തോന്നുന്നു, ചെറുതാണ്. ഇതാ ഒബ്സിഡിയൻ, ഇതാണ്. നമുക്ക് ഒബ്സിഡിയൻ മൈൻഡ് ചെയ്തെടുക്കാം. ഒട്ടൊന്നുമില്ലല്ലോ. പൊട്ടി ഒന്നും കിട്ടിയല്ലോ. കിട്ടിയിട്ടില്ല എനിക്കത്. പൊട്ടിയത് കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിയിട്ടില്ല. ജസ്റ്റ് മിസ്. ഇപ്പം ഞാൻ ലാവിലുണ്ട്, എല്ലാം പൊട്ടി. എൻ്റെ അയൺ ആർമർ മൊത്തം പൊട്ടി. ഇപ്പം വെള്ളം ഒഴിക്കേണ്ടി വരുമല്ലോ. ബക്കറ്റ് വെള്ളം എത്തിച്ചിട്ട് ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഓക്സൈഡിന് ആക്കിയത് നേരത്തെ ലാവ ഫുഡ്. ഇതെല്ലായിടത്തും ലാവ തന്നെയാണ്. ഞാൻ വീട്ടിൻ്റെ മുകളിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. എൻ്റെ അടിയിൽ ലാവ അങ്ങനെ നിൽക്കുന്നു വിചാരിച്ചില്ല. ലാവ എടുത്ത് വെള്ളം പോയല്ലോ. വെള്ളം ഒഴിച്ചത് വെറുതെ ആയിപ്പോയി. ഇപ്പോൾ ഫുള്ളും കത്തിപ്പടരും തോന്നും. തീ പടർത്തി ഞാൻ ഫുള്ളും കത്തിപ്പോകും. ഏതായാലും ഇനി ഞാൻ അധികം വരുന്നില്ല ഈ വില്ലേജിലേക്ക്. അപ്പം നമുക്ക് ആവശ്യമില്ല. വില്ലേജ് കത്തിപ്പോട്ടെ. മൊത്തം 6 ഒക്സൈഡ് നമുക്ക് വേണം. 4 വീട്ടിൽ വെച്ചിട്ടുണ്ട് 4. അപ്പോൾ നമുക്ക് 6 മതി. ഇത് ഡയമണ്ട് പിക്കാക്സായിട്ട് പോലും പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫൈനലി ഞാൻ ഒരു പോർട്ടൽ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നെതറിൽ പോവാം. അപ്പോൾ പോർട്ടൽ വെച്ചത് നൈസായിട്ടുണ്ട് പ്ലേസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.